ബിഗ് ബോസിൽ വലിയ വലിയ കോൺട്രവേഴ്സീസ് നടക്കുന്ന സമയത്ത് നുമ്മ അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ റെഡി ആവോ? ഇന്നലെ നടന്നിട്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. സഹൃദരായ നാട്ടുകാരെ, ബിഗ് ബോസ് കണ്ടന്റിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും അങ്ങ് അടിച്ചോ. ഇനി കമൻറ്റിൽ കൂടെ എന്തൊക്കെയാണ് പറയാൻ തോന്നുന്നത് അതൊക്കെ നിങ്ങൾ അങ്ങ് പറഞ്ഞോളി. നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ സ്വീകരിക്കും, അല്ലാതെ നമ്മൾ ഈരെ കേട്ട് ഈല വിടും. ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. രേണു സുധീനെ കുറിച്ചുള്ള പരദൂഷണം നടക്കുകയാണ്. പല മൂലയ്ക്ക് പല വ്യക്തികൾ നടക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ടാർഗറ്റ് രേണു സുധിയാണ്. കാരണം അത്യാവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം എങ്ങനെ രേണു സുധീനെ ഔട്ടാക്കണം എന്നാണ് എല്ലാവരും നോക്കുന്നത്. കമ്പനി അടിച്ചുകൊണ്ട് നിന്ന് ശാരിക തന്നെ ഫസ്റ്റ് എലിമിനേഷൻ ലിസ്റ്റിലിട്ടു. രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അനുമോൾ ഇത്രത്തോളം പറഞ്ഞ ആൾ തന്നെ രേണുവിനെ ഇപ്പം അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടു. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ പരദൂഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പരദൂഷണത്തിലെ ഒരു മെയിൻ പരദൂഷണം നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാം. ആദ്യം ഇവരോട് കടന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് വരാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളാണ് എന്നാണ്. ഇത് തന്നെയാണ് എല്ലാ ഫാൻസായിട്ടുള്ള രേണു സുധി ടീമിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആരും വീട്ടിൽ പോയി ഒളിക്യാമറ വഴി ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് പുറത്ത് വന്ന് സംസാരിക്കുകയല്ല. നിങ്ങളായി നിങ്ങളുടെ വായിൽ നിന്ന് ഇട്ട് തരുന്ന സാധനങ്ങൾ എടുത്ത് നമ്മൾ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഈ സംഭവം പൊളിച്ചു. ഈ ഒരു സാധനം എനിക്കിഷ്ടപ്പെട്ടു. ഇനി അടുത്ത ചോദ്യമാണ്. ഇവർ പറഞ്ഞു ഞാനായിട്ടൊന്നും പറയുന്നില്ല, എല്ലാം മീഡിയക്കാരെ വന്ന് ചോദിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഒരു ചോദിച്ചൊരു ചോദ്യമാണ്. ആദില നൂറയൊക്കെ ആട്ടോ ഈ കോൺവെർസേഷനിലുള്ളത്. ഒരു ചോദിക്കുകയാണ്, നിങ്ങളോട് എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പം എനിക്കിത് പറയാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ രേണു പറയാം, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി വരും. ഈ മറുപടി പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെടുത്ത് റിയാക്റ്റും ചെയ്യും. ഓക്കെ, അടുത്ത വീടിൻ്റെ കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. അതിന് പറഞ്ഞ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അവർ 5-ാം തീയതി വീട്ടിൽ വന്നിരുന്നു, ഇപ്പം കണ്ടതാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ രേണു സുധിക്കോ രേണു സുധീൻ്റെ ഫാൻസിനോ മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും കേട്ട് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ കുറച്ച് ഫാൻസ്, പേരില്ലാത്ത ഐഡൻറ്റിറ്റി ഇല്ലാത്ത കുറച്ച് ടീമുകാർ വന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക എന്നല്ലാണ്ട് ഒരാളും നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി വളരെ സ്ട്രോങ് ആണ്, വളരെ ബോൾഡാണ്, മെൻ്റലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. അങ്ങനെയൊന്നും അയാളെ കുലുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ 100-200% ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ചില ആശയങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളാണ് നമ്മളിവിടെ വന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവരും പറയുന്നത്. അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പറയുന്ന ഡയലോഗാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. ഈ കൊല്ലലും പീഡനവും മോഷണവും മാത്രമാണോ ഈ ലോകത്തിൽ തെറ്റ്? ഇതല്ലാണ്ട് എന്തൊക്കെ തെറ്റുണ്ട്? ഒരാളെ അപകീർത്തിപ്പെടുത്തുക, അല്ലെങ്കിൽ അയാളെ മെൻ്റലി അബ്യൂസ് ചെയ്യുക, ഇതൊക്കെ തെറ്റാ. ഇതൊക്കെ പണിഷബിളാണ്. ഇതൊക്കെ പണിഷ്മെൻറ്റ് കിട്ടുന്ന സാധനമാണ്.
എന്ത് പറഞ്ഞാലും ഈ ഒരു ഡയലോഗ് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചിയുടെ വായിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് പ്രശ്നമാവുന്നത്. ചേച്ചീൻ്റെ വായ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, ചേച്ചീൻ്റെ വായ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോഴേക്ക് ഇത് വലിയൊരു വിഷയമാവും. പൊന്നനു, ആദില, നൂറ, നിങ്ങളവിടെ കിടന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവരിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം, എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ എന്നാലും ഒരു കോൺട്രവേഴ്സിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് എനിക്കറിയാം. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. മനഃപൂർവ്വം ഒരു മണി കൊടുക്കാനും മനഃപൂർവ്വം ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആക്കുന്നൊരു സാധനം. അവരുടെ മെയിൻ എയിം ബിഗ് ബോസ് എത്തുന്നത് വരെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി നിൽക്കുക, എന്നിട്ട് ബിഗ് ബോസിൽ കയറി പറ്റുക. ബിഗ് ബോസിൽ കയറി പറ്റിയാൽ തന്നെ വളരെ ഫെയിമായി ഇനി മുന്നോട്ട് പോവാം എന്നുള്ളൊരു സ്ട്രാറ്റജിയിൽ അവർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിൻ്റെ ഫാക്റ്റിൽ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.